ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്ന് കോവിഡ് രോഗത്തെക്കാട്ടിയും കൂടുതലായിട്ട് നമ്മൾ ഭയപ്പെടുന്നത് ബ്ലാക്ക് ഫംഗസ് എന്ന് വിളിക്കുന്ന ഒരു പൂപ്പൽ രോഗത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്ത്യയിലാകമാനം ഏകദേശം കോവിഡ് വന്ന് മാറിയവരിൽ 70,000-ഓളം പേർക്ക് ഇന്ന് ഈ രോഗബാധയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഏകദേശം 127 പേര് ഈ ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് മരണപ്പെടുകയുണ്ടായി. നിർഭാഗ്യവശാൽ കേരളത്തിലും ഒരു യുവതി കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് മരണപ്പെടുകയും മലപ്പുറം സൈഡിൽ ഒരു സ്ത്രീക്ക് കണ്ണിന് രോഗബാധ കണ്ണ് നീക്കം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയും ഒരുപക്ഷെ നിങ്ങൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ടാകാം. ഈ ഒരു സാഹചര്യത്തിനിടെയാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഫംഗസ് എന്ന് വിളിക്കുന്ന ഒരു രോഗം ബീഹാറിൽ 5 പേർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കോവിഡ് രോഗം വന്ന് മാറിയവർക്ക് മൂക്കൊലിപ്പുണ്ടായാലോ കണ്ണുവേദനയോ തലവേദനയോ ഉണ്ടായാലോ ഇത് ബ്ലാക്ക് ഫംഗസ് രോഗമാണോ എന്ന് വല്ലാണ്ട് ഭയപ്പെടുന്നവർ നമുക്ക് ചുറ്റും ഇന്ന് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഫംഗസിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തുമുള്ള സാധാരണ കോമൺ ആയിട്ട് വളരുന്ന ഒരു തരം പൂപ്പലാണ്. ഇത് സാധാരണഗതിയിൽ മനുഷ്യനെ ബാധിക്കത്തില്ല. ഇവയുടെ സ്പോറുകളുണ്ട്, അതായത് പൂമ്പൊടി പോലെ ഇവ നമ്മുടെ വായുവിലുണ്ടാകും. നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മൂക്കിലേക്ക് ഇവ കടന്നു വന്നാലും നമ്മുടെ പ്രതിരോധ കോശങ്ങൾ അടുത്ത സെക്കൻഡിൽ ഇവയെ നശിപ്പിച്ച് കളയും. എന്നാൽ ഏതൊരു സാഹചര്യത്തിലാണോ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾക്ക് ഇവയെ നശിപ്പിക്കാൻ പറ്റാതാകുന്നതും അതേപോലെ തന്നെ തുടർച്ചയായിട്ട് വളരെ ഉയർന്ന അളവിൽ ഈ ഫംഗസിൻ്റെ സ്പോറുകൾ നമ്മുടെ മൂക്കിലേക്ക് എത്തിയാലും ഒരുപക്ഷെ ഇവ മൂക്കിനകത്ത് പറ്റിപ്പിടിക്കാനും ഇവ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. ഈ രോഗം ഇന്ത്യയിൽ കോവിഡിന് ശേഷം പുതിയതായിട്ടുണ്ടായിട്ടുള്ള ഒരു രോഗമല്ല. ഇന്ത്യയിൽ 1,00,000 പേരിൽ ഏകദേശം 14 പേർക്ക് ഈ രോഗം മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയും പണ്ടും ഇതുപോലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വളരെ വളരെ വിരളമാണ് എന്ന് മാത്രം. എന്നാൽ ഈ കോവിഡ് രോഗം വന്ന് മാറിയവരിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നത് അവരുടെ രോഗപ്രതിരോധ ശേഷിക്ക് പെട്ടെന്ന് വരുന്ന കുറവാണ്. ഒരുപക്ഷെ ഇത് കോവിഡ് വൈറസ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ടാക്കുന്നുണ്ടാവാം. അതിനെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. റിസർച്ചുകൾ ഇനിയും നടക്കേണ്ട ഒരു കാര്യമാണിത്. എന്നിരുന്നാൽ തന്നെയും കോവിഡ് രോഗം വന്നു മാറിയതിൽ ഏകദേശം 2 മാസം കഴിഞ്ഞിട്ട് പലർക്കും, അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഒരു രോഗം 2ാം തരംഗത്തിൻ്റെ ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 1ാം തരംഗത്തിൻ്റെ സമയത്തും മഹാരാഷ്ട്രയിൽ ഇതുപോലുള്ള സാഹചര്യം, അതായത് ബ്ലാക്ക് ഫംഗസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടായിരുന്നു. പക്ഷേ അത് വളരെ ചുരുങ്ങിയ അളവിൽ രോഗികളിൽ മാത്രമായതുകൊണ്ട് അതൊരു ഇത്രയും വാർത്തയായിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഈ 2ാം തരംഗത്തിൽ ഇത്രയധികം രോഗികൾക്ക് കുറഞ്ഞൊരു സമയം കൊണ്ട് കോവിഡ് ബാധിക്കപ്പെട്ടപ്പോൾ അവരിലുണ്ടായ രോഗപ്രതിരോധ ശേഷി കുറവ് ഈ രോഗം വരുന്നതിന് കാരണമായേക്കാം. ഒരിക്കലും ഈ മ്യൂക്കർ മൈക്കോസിസ് എന്ന് വിളിക്കുന്ന ബ്ലാക്ക് ഫംഗസ് ഒരു മനുഷ്യനിൽ നിന്ന്, അതായത് ഒരു രോഗിയിൽ നിന്നും തൊട്ടടുത്ത് മറ്റൊരാളിലേക്ക് പകരത്തില്ല. ആ തരത്തിലുള്ള ഒരു പകർച്ചവ്യാധി അല്ല ഇത്. സാധാരണഗതിയിൽ വളരെ കോമൺ ആയിട്ട് ഇത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിൽ കൺട്രോൾ അല്ലാത്ത ലെവൽ പ്രമേഹ രോഗം ഉണ്ടെങ്കിലാണ്. അതായത് പലർക്കും ഒരുപക്ഷെ ശരീരത്തിൽ പ്രമേഹ രോഗം ഉണ്ടെങ്കിലും നമുക്ക് കോവിഡ് പോലെ ഒരു കടുത്ത വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അവരുടെ ശരീരത്തിൽ കൺട്രോൾ അല്ലാത്ത ലെവലിലേക്ക് ഉയർന്ന ഷുഗർ ലെവൽ വന്നു എന്ന് വരാം. ആ ഒരു തരത്തിൽ ഒരുപക്ഷെ അവർക്കൊരു പാൻക്രിയാസിന് ഇൻഫെക്ഷൻ വരുന്നതോ ഇല്ലെങ്കിൽ അവർക്ക് മുൻപ് തന്നെ പ്രമേഹം ഒട്ടും കൺട്രോൾ അല്ലാതിരിക്കുന്നതോ അവരുടെ രോഗപ്രതിരോധ ശേഷി വല്ലാണ്ട് കുറയുന്നതിനും അവർക്ക് ഈ മ്യൂക്കർ മൈക്കോസിസ് എന്ന് വിളിക്കുന്ന ഈ ഫംഗസ് സ്പോറുകൾ വന്ന് പറ്റിപ്പിടിക്കാൻ കാരണമാകാം. ഇന്ത്യയിൽ ഇതുവരെ ഈ ബ്ലാക്ക് ഫംഗസ് രോഗം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും പ്രമേഹം ഒട്ടും നിയന്ത്രണത്തിലില്ലാത്ത ആൾക്കാർക്കാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുള്ളത്, അതായത് കോവിഡ് രോഗം കടുത്ത രീതിക്ക് വന്നു പോയിട്ടുള്ളവർ, ഒരുപാട് നാൾ വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി ജീവിക്കുന്നവരിൽ, മാത്രമല്ല ഒരുപക്ഷെ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയവരിൽ ശരീരത്തിൽ ഈ റിജക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടി സ്റ്റിറോയിഡ് ഉയർന്ന അളവിൽ ലോങ് ടേം ആയിട്ട് കഴിക്കുന്നവരിലോ, അല്ലെങ്കിൽ കടുത്ത ക്യാൻസർ രോഗമുള്ളവർക്കോ, അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പി ചികിത്സ ലോങ് ടേം ആയിട്ട് ചെയ്യുന്നവർക്കോ എല്ലാം തന്നെ ഇത്തരത്തിൽ ബ്ലാക്ക് ഫംഗസ് രോഗത്തിന്റെ സാധ്യതയുണ്ട്. ഇനി ഈ ബ്ലാക്ക് ഫംഗസ് രോഗം നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഒരുപാട് പേർക്കുള്ള സംശയമാണ്, അലർജി ഉള്ളവർക്കോ തുമ്മലോ സൈനസൈറ്റിസോ കണ്ണിന് കംപ്ലൈൻസ് ഉള്ളവർക്കോ എല്ലാം ബ്ലാക്ക് ഫംഗസ് വരുമോ, അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൂപ്പൽ രോഗം, ചൊറിച്ചിൽ, പുഴുക്കടി പോലുള്ളവർക്ക് ഇത് ബ്ലാക്ക് ഫംഗസ് വരുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. മാത്രമല്ല ആവി പിടിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഫംഗസ് വരുമോ എന്നുള്ളൊരു ഭയമുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ട, ഈ ഒരു സാഹചര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ഫംഗസ് രോഗം വരുന്നതിന് കാരണമാകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രമേഹം കൺട്രോൾ അല്ലാത്തതോ ഇല്ലെങ്കിൽ അമിതമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശത്തിലല്ലാതെ തുടർച്ചയായിട്ട് ഉയർന്ന അളവിൽ സ്റ്റിറോയിഡ് മരുന്നുകൾ എടുക്കുന്നതോ ആണ് ഇതിനൊരു പ്രധാന കാരണമാകുന്നത്. ഈ ഒരു 2 ഘടകങ്ങളും നിങ്ങൾ ഒഴിവാക്കുക. അതായത് നിങ്ങൾക്ക് കോവിഡ് രോഗബാധയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രമേഹ രോഗം നിർബന്ധമായിട്ടും കൺട്രോളിൽ നിർത്താൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഡോക്ടറുടെ നിർദ്ദേശത്തിലല്ലാതെ മരുന്നുകൾ എടുക്കുന്ന ഒരു രീതി ഒഴിവാക്കാൻ ശ്രമിക്കുക.
മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തേക്ക് ഇത്തരത്തിലുള്ള ഫംഗസിൻ്റെ സ്പോറുകൾ, അതായത് അവയുടെ പൂമ്പൊടി എത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, ഞാൻ ഇൻഡോറിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറിനുണ്ടായ ഒരു അനുഭവം പറയാം. അവിടെ ഈ കോവിഡ് രോഗം വരുന്നതിന് മുൻപ് തന്നെ അവിടെ പല സ്ത്രീകൾക്കും ഇത്തരത്തിൽ മ്യൂക്കർ മൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കണ്ടിട്ടുണ്ട്. അവിടെ നടത്തിയിട്ടുള്ള പഠനത്തിൽ കണ്ടത്, അവിടെ സ്ത്രീകൾ നാട്ടിൻപുറത്തുള്ളവർ മുഖം മറയ്ക്കാനായിട്ട് മുഖത്തുകൂടി സാരിയുടെ തലപ്പ് മുഖം വഴി മൂടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് അവിടെ ഈ സാരി തലപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി, അതേപോലെ നനവ്, അഴുക്ക്, ചെളി ഇവയെല്ലാം തന്നെ ആ സാരി തലപ്പിൽ ഫംഗസ് വളരുന്നതിനും അവിടെ നിന്ന് ഇത് മൂക്കിലേക്ക് സ്ഥിരമായിട്ട് മൂക്ക് മൂടിയിരിക്കുന്ന ഈ സാരി തലപ്പിൽ ഈ ഫംഗസ് കണികകൾ പറ്റിപ്പിടിച്ചിരുന്നു എന്നും അവ അവർക്ക് തുടർച്ചയായി ശ്വസിക്കുന്നത് കൊണ്ട് ഈ ഇൻഫെക്ഷന് കാരണമായി എന്നും കണ്ടിട്ടുണ്ടായി. ഇതേപോലുള്ള സാഹചര്യങ്ങൾ നമ്മളും ഒഴിവാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ അണിയുന്ന മാസ്ക് ആണ്. ഇപ്പോൾ ഈ കോവിഡിന്റെ 2ാം തരംഗത്തിന്റെ സമയത്ത് നമ്മളെല്ലാവരും തന്നെ ഡബിൾ മാസ്ക് ഉപയോഗിക്കുന്നവരാണ്. തുടർച്ചയായിട്ട് നമ്മൾ വേർത്തിട്ട് ഈ മാസ്കിൽ വേർപ്പ് പറ്റി നിൽക്കാനും നനവ് വരാനും ഒരുപക്ഷെ മഴ നനഞ്ഞിട്ട് ഈ മാസ്ക് സ്ഥിരമായിട്ട് നനഞ്ഞു നിൽക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇത് ഈ മാസ്കുകളിൽ പൂപ്പൽ ധാരാളമായിട്ട് വളരുന്നതിനും ഡയറക്റ്റായിട്ട് ഇവ നമ്മൾ ശ്വസിക്കാനും കാരണമാകും. ഒരുപക്ഷെ പ്രമേഹം കൺട്രോൾ അല്ലാത്തവരോ ഇല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി വല്ലാതെ കുറഞ്ഞവരോ ഇത്തരത്തിൽ അവർ നനഞ്ഞ ഫംഗസ് ഉള്ള മാസ്ക് അണിയുകയാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം വരാൻ കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിർബന്ധമായിട്ടും നിങ്ങൾ അണിയുന്ന മാസ്ക് തുണി മാസ്ക് ആണെങ്കിൽ ദിവസവും കഴുകി വെയിലത്തിട്ട് ഉണക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന സർജിക്കൽ മാസ്ക് 6 മുതൽ 7 മണിക്കൂർ കഴിയുമ്പോൾ മാറ്റുക, ഇല്ലെങ്കിൽ കഴുകി വെയിലത്തിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന N95 മാസ്ക് നിർബന്ധമായിട്ടും വെയിലത്തിട്ട് വെയിൽ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്തുള്ള ഫംഗസ് പോസുകൾ നശിച്ചു പോകും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സ്ത്രീകൾ ഉപയോഗിക്കുന്ന പർദ്ദ നിർബന്ധമായിട്ടും അതിൽ വിയർപ്പ് തട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇവ ദിവസവും കഴുകി പുതിയത് മാത്രം ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന വേപ്പറൈസറുകൾ, നമ്മൾ സാധാരണ പലരും വീട്ടിൽ ആവി പിടിക്കാൻ വേണ്ടി വേപ്പറൈസറുകൾ ഉപയോഗിക്കാറുണ്ട്. വേപ്പറൈസറുകൾ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അവയ്ക്കകത്തുള്ള വെള്ളം പൂർണ്ണമായും കളഞ്ഞ് അവ ഡ്രൈ ആക്കി വൃത്തിയാക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. ഇത് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള പലരും ചെറിയ മൂക്കടപ്പോ അല്ലെങ്കിൽ രാത്രി ചെറിയ മൂക്കൊലിപ്പോ ഉണ്ടെന്ന് കരുതിയിട്ട് തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി മൂക്കിലൊഴിക്കാനുള്ള മരുന്നുകൾ ഡോക്ടറോട് ചോദിക്കാതെ വാങ്ങി ഉപയോഗിക്കുന്ന ശീലം ഒരുപാട് പേർക്കുണ്ട്. എന്നാൽ മൂക്കിൽ ഇത്തരത്തിൽ ഡോക്ടറുടെ നിർദ്ദേശത്തിന് ഇല്ലാതെ മരുന്നുകൾ ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ട് മൂക്കിൽ നനവ് നിൽക്കുന്നതിനും ഇത്തരത്തിൽ ഫംഗസുകൾ എത്തിയാൽ അവയ്ക്ക് വളരാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ കർശനമായിട്ട് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഇത്തരത്തിൽ ഫംഗസുകൾ മൂക്കിലെത്തുന്നതിനെ ഒഴിവാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ഫംഗസിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തിരിച്ചറിയാനുള്ള ചില മാർഗ്ഗങ്ങൾ ഞാൻ വിശദീകരിക്കാം. നിങ്ങൾക്ക് സാധാരണഗതിയിൽ അഫക്റ്റ് ചെയ്യുന്നത് മൂക്ക് വഴിയാണ്. സാധാരണ മൂക്കിന്റെ ഉൾവശം, സൈനസുകൾ, കണ്ണ്, തലച്ചോറ് ഈ ഭാഗങ്ങളിലാണ് ഇത് വളരെ കോമൺ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് മൂക്കിനകത്ത് വേദനയോ ഇല്ലെങ്കിൽ മൂക്കിൽ നിന്നും രക്തം പൊടിഞ്ഞു വരുന്ന ഒരു ടെൻഡൻസിയോ കാണാം. അസഹ്യമായ മൂക്കുഴപ്പ്, അതോടൊപ്പം തന്നെ മൂക്കിൻ്റെ ഭാഗത്തും കണ്ണിൻ്റെ ഭാഗത്തും ചുവപ്പ് നിറം കാണുക, കണ്ണിനകത്ത് പീള കെട്ടുന്ന ഒരു സാഹചര്യം, അസഹ്യമായ തലവേദന, അതോടൊപ്പം പനി, ഒരുപക്ഷെ ബോഡി പെയിൻ. ഈ ഒരു ലക്ഷണങ്ങളോട് കൂടിയാണ് സാധാരണ ബ്ലാക്ക് ഫംഗസിന്റെ ഒരു ടെൻഡൻസി കാണുന്നത്. സാധാരണ പരിശോധനയിൽ ഇവയെ തിരിച്ചറിയുന്നത് മൂക്കിനകത്തുള്ള സ്രവം പരിശോധിച്ചിട്ടോ ഇല്ലെങ്കിൽ ബയോപ്സി നോക്കിയിട്ടോ ഇല്ലെങ്കിൽ നമുക്കൊരു CT സ്കാൻ എടുത്തു കഴിഞ്ഞാലോ നമുക്ക് ഈ ഒരു ഫംഗസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനും ശരിയായിട്ടുള്ള ചികിത്സ ചെയ്യാനും സാധിക്കും. കോവിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് ഡെത്ത് റേറ്റ് കൂടുതലാണ്. അതായത് ഒരു 100 പേരെ അഫക്റ്റ് ചെയ്താൽ ഇതിൽ 30 പേർക്ക് ഇത് വളരെ ഗുരുതരമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ബ്ലാക്ക് ഫംഗസിനെ നമ്മൾ കൂടുതൽ കരുതലെടുക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരാളിൽ നിന്നും കോവിഡ് രോഗം പോലെ മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു പകർച്ചവ്യാധി അല്ല ഈ ബ്ലാക്ക് ഫംഗസ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗം പിടിപെടുന്നതിനെ പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ബ്ലാക്ക് ഫംഗസിനെ കുറിച്ചുള്ള ഒരുപാട് കൺഫ്യൂഷനുകൾ സമൂഹത്തിനുള്ളത് കൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.